ഹായ് VT ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പച്ചക്കറി നട്ടിരിക്കുന്ന കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളെ ഇന്ന് ഒന്ന് കാണിക്കാം. ദേ പച്ചമുളകെല്ലാം നട്ടുവെച്ചിരിക്കുന്നു. ഉണ്ട് വെണ്ട, തക്കാളിക്കകത്തൊക്കെ തക്കാളി ഇതൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ പൂവൊക്കെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ തക്കാളി പരാഗണം നടത്താൻ വേണ്ടി ഈ പൂവിനകത്തോട്ട് നമ്മൾ രാവിലെ വന്നിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കും. തട്ടിക്കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിനകത്ത് കായൊക്കെ പിടിക്കും. ഇതിനകത്ത് മെതുവായിട്ട് തട്ടിക്കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തട്ടിക്കൊടുക്കും. അത് രാവിലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. വെണ്ടയിലൊക്കെ ഇഷ്ടംമാതിരി വെണ്ടയ്ക്ക പിടിച്ചിട്ടുണ്ട്. കുറേ വെണ്ടയ്ക്ക ഞാൻ പിടിച്ച് ചെറിയ വെണ്ടയാണെങ്കിലും ഉണ്ടല്ലോ, ചെറിയ വെണ്ടയിലേ അതിനകത്ത് വെണ്ടക്കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ വെണ്ടയ്ക്കയെല്ലാം ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് വീണ്ടും തക്കാളി കുറച്ചുണ്ട് എനിക്ക്. ഇന്നലെ മഴയത്താണെങ്കിൽ അത് ചാഞ്ഞു പോയി. രാവിലെ അവരെയൊക്കെ സൂക്ഷ്മമായിട്ടെടുത്ത് നിവർത്തി വെച്ച് അതിന് താങ്ങൊക്കെ കൊടുത്ത് കെട്ടിയൊക്കെ വെച്ചിരിക്കുക. ഇതാ ചെറിയ തക്കാളിയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. കണ്ട, നല്ല നീളത്തിലാണ് സാധനം പോകുന്നത്. ഉണ്ട് ഇതേ രീതിയിൽ ഒക്കെ കിളിച്ച് വരുന്നുണ്ട്. തക്കാളി എനിക്കൊരു 6-7 മൂട് തക്കാളി ഉണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ അതെനിക്ക് കാന്താരിയാണ് നിൽക്കുന്നത്. കാന്താരിയ ഇതൊക്കെ ചെറിയ പച്ചമുളക്. ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുള്ള പച്ചമുളകിൻ്റെയൊക്കെ തയ്യായിരുന്നു. അതിനകത്തൊക്കെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. ഇതുണ്ട പച്ചമുളക്, നിറയെ പച്ചമുളക് പിടിച്ചിരിക്കുന്നത്. എൻ്റെ പച്ചമുളകിനകത്ത് നിൽക്കുന്ന പച്ചമുളക് കണ്ട, തീരെ ചെറുതാട്ടോ. അതിനകത്തെല്ലാം പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ വഴുതന. ഒരു വഴുതനയുടെ മൂട് കണ്ടോ, നല്ല കരുത്തോടുകൂടി തന്നെ വഴുതന പൂത്തിട്ടുണ്ട്. കായ പിടിച്ചിട്ടില്ല. അത് 1 2 3 4 5 മൂട് വഴുതന ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അത് വഴുതന വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് പിടിച്ചു വന്നപ്പോഴേ ഞാൻ അതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മണ്ട നുള്ളി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയായപ്പോൾ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അതിൻ്റെ മണ്ട നുള്ളി കൊടുത്തിരുന്നു. ആ കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മഴയത്ത് നമ്മൾ പച്ചമുളക് നടുമ്പോൾ എന്ത് പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുടിപ്പ് വല്ലതായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് പെട്ടെന്ന് അതിന് മണ്ടയ്ക്ക് കുരുടിപ്പ് വരുമായിരുന്നു. ഇപ്പോഴങ്ങനെ വരുന്നില്ല. കണ്ടല്ലോ, വെണ്ട എനിക്ക് കുറേ ഉണ്ട് കേട്ടോ. വെണ്ടക്കായ കുറേ വെണ്ടക്കായ എനിക്ക് പിടിച്ചിട്ടും ഉണ്ടായിരുന്നു. വെണ്ട അധികം ഉണ്ട്. അപ്പം വേറെ ചട്ടിക്കകത്ത് ഞാൻ വെണ്ടക്കായ നട്ടിരിക്കുന്നതും കൂടെ കാണിക്കാം. ചട്ടിക്കകത്ത് നട്ടിരിക്കുന്ന വെണ്ടക്കായ ഇത് ഇങ്ങനെ. ഇതുപോലെ വെണ്ടയ്ക്ക നട്ടിരിക്കുക. വെണ്ട നട്ടിരിക്കുക, കായല്ല, വെണ്ട നട്ടിരിക്കുക. ഇതിനകത്തെല്ലാം വെണ്ടയ്ക്ക, നിറയെ വെണ്ടയ്ക്കയായിരുന്നു. ഇന്ന് എൻ്റെ കറി തന്നെ വെണ്ടയ്ക്ക തീയലായിരുന്നു. പത്തുമൂട് വെണ്ട നടാവുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കയൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ട് വെണ്ടയ്ക്ക വാങ്ങിക്കണ്ട.
ഇത് കാന്താരിയ. എവിടെ വീണ് കിടക്കുന്നോ അവിടെ തന്നെ ഞാൻ അങ്ങ് ഇട്ട് പിടിപ്പിക്കുക. കാരണം അവിടുന്ന് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേനും അതിനെ പിന്നെ മണ്ടയൊക്കെ പോയി വല്ലാതാവും. അതുകൊണ്ട് എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ തന്നെ അതിന് വളമിട്ട് കൊടുത്തങ്ങ് നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ കൃഷി വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബായ്.